Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പുറമെ ആംബുലൻസിൽ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? ഇതൊക്കെ 2-way റേഡിയോ ഉണ്ട്, മൊബൈൽ ഡാറ്റ ടെർമിനൽ, then എവിഡൻസ് ഗ്യാതറിംഗ് CCTV, then tail lift or റാമ്പുകള്, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഡാറ്റ റെക്കോർഡ്സ്. ഓക്കെ, ഇങ്ങനെ 7 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് വെച്ചാൽ എന്താ? പാസീവ് ആണ്. അത് എപ്പോഴും നമ്മൾ ആംബുലൻസിൽ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോഴും ഓൾറെഡി അതിനകത്ത് പെയിന്റഡ് ആയിട്ടുള്ള ഇതാണ് വാർണിംഗ്, വിഷ്വൽ വാർണിംഗ് സൈനുകളാണത്. നോക്കിയേ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ആംബുലൻസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റത്തെ സിമ്പിൾ നോക്കിയേ, സ്റ്റാർ ഓഫ് ലൈഫ്. രണ്ടാമത്തെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലും ആംബുലൻസിലും ഒക്കെ വെച്ചേക്കുന്ന സിമ്പിൾ ആണ്. അതേതാ? റെഡ് ക്രോസ് ആണ്. റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്. അടുത്തതാണ് നമ്മള് ആ ഒരു സിമ്പലിനാണ് റെഡ് ക്രിസന്റ് എന്ന് പറയുന്നത്. മാൾട്ടീസ് ക്രോസ്. ഇതെല്ലാം ഓരോ രാജ്യങ്ങളിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പലുകളാണ്. അപ്പൊ അതിനകത്ത് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും അത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ആംബുലൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എങ്കിലും ഈ സിമ്പല് ഉണ്ട്. ഇനി ഒന്ന് ആംബുലൻസ് ഒക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ആംബുലൻസിൽ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. അതെന്തിനാ? എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പലുകളാണിത്. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പലുകളാണിത്. ഏതൊക്കെയാണ്? സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് ടിക്ക് ഇട്ട് വെക്കാം. ഏതൊക്കെയാണ് സിമ്പലുകൾ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ആ സിമ്പൽ തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാം. ആ ഒരു സെക്ഷനിൽ നിന്ന് അങ്ങനെ ചോദിക്കാം. It is used to identify medical emergency services. Okay, എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പലുകളാണിത്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. വേറെ ഒന്നും നോട്ട് അവിടെ ഇല്ല. ആ സിമ്പലുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. സിമ്പലും അതിന്റെ പേരുകളുമാണ് എഴുതിയേക്കുന്നത്. എന്താണ് ഈ സിമ്പലുകൾ? എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പലുകളാണിത്. ഓക്കെ, എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പലുകൾ. ഫസ്റ്റ് സ്റ്റാർ ഓഫ് ലൈഫ് കണ്ടിട്ടില്ലേ നിങ്ങള്? ആംബുലൻസിന്റെ ഒക്കെ ഡോറില്ലേ, ഡോറിന്റെ അവിടെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ സ്റ്റാർ ഓഫ് ലൈഫ്? ആരും കണ്ടിട്ടില്ലേ? ആരുമില്ലേ? യെസ്, അനുഷ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോ ശ്രദ്ധിക്കാഞ്ഞിട്ടാവും. ഇനിയിപ്പോ നമ്മള് ആംബുലൻസ് ഒക്കെ പോകുമ്പോഴും ഒക്കെ ഈ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. അപ്പൊ അത് സിമ്പലുകൾ അറിയാലോ. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മാൾട്ടീസ് ക്രോസ്. ഇനി നെക്സ്റ്റ് ബാറ്റൻബർഗ് മാർക്കിംഗ്. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ചെക്ക് മാർക്ക് കണ്ടിട്ടുണ്ടോ ആംബുലൻസിൽ? ഒന്നില്ലെങ്കിൽ 2 ടൈപ്പ് വരാം. ഇപ്പൊ ഗ്രീനും യെല്ലോയും ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മൾ ചെസ് ബോർഡിലൊക്കെ ഇത് കണ്ടിട്ടില്ല, ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള മാർക്കുകൾ. അല്ലെങ്കിൽ നമുക്ക് അവിടെ റെഡും വൈറ്റും ഓൾട്ടർനേറ്റ് ചെയ്ത മാർക്കുകളും നമുക്ക് ആംബുലൻസിൽ കാണാം. ഇതെല്ലാം ആംബുലൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന സിമ്പലുകളാണ്. ഇത് കണ്ടിട്ടില്ല ആംബുലൻസിൽ ഇങ്ങനെയുള്ള സിമ്പൽ സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട്? ബാറ്റൻബർഗ് മാർക്കിംഗ്. ഓക്കെ, പാരഗ്രാഫ് നോക്കാം കേട്ടോ. ബാറ്റൻബർഗ് മാർക്കിംഗ് ആർ എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്.
അപ്പൊ നമ്മൾ സാധാരണ ഇപ്പോ വാനും ആംബുലൻസും തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി ആംബുലൻസിൽ കൊടുത്തേക്കുന്ന ഈ സിമ്പലുകൾ മാർക്കുകളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, അതിനകത്ത് ഫസ്റ്റ് പാസീവ് വിഷ്വൽ വാർണിംഗ് ആർ ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ. അതായത് ആ വാഹനം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭാഗമാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്. ഇപ്പൊ നമ്മളത് പെയിന്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓൾറെഡി അതില് പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ ആംബുലൻസിന്റെ ഒരു ഡിസൈനിന്റെ ഒരു ഭാഗം തന്നെയാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്. ഇത് എമർജൻസി നമ്മൾ ഇതിന് മാത്രമല്ല, അല്ലാത്തപ്പോഴും ആംബുലൻസ് പോകുമ്പോഴൊക്കെ ഈ സിമ്പലുകൾ ഉണ്ടാവും അവിടെ, അല്ലെ? എമർജൻസി കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഇപ്പൊ നമ്മൾ വളരെ എമർജൻസി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടൊക്കെ അങ്ങനെ പോകാം. ഇതിപ്പോ ആംബുലൻസിൽ ഓൾറെഡി ഉള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വാഹനത്തിന്റെ ഒരു ഡിസൈനിന്റെ ഒരു ഭാഗം തന്നെയാണ് പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പാസീവ് വിഷ്വൽ വാർണിംഗ് ആൻഡ് ദ യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആർ ഇൻവോൾവ്. അപ്പൊ അതെങ്ങനെയാ ഇരിക്കുന്ന? കോൺട്രാസ്റ്റ് പാറ്റേൺ ആണ്. ചെക്ക് മാർക്കുകളല്ലേ നോക്കി ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മൾ ചെസ് ബോർഡിലൊക്കെ ഇതില്ലേ, ബ്ലാക്കും വൈറ്റും ഇതൊക്കെ അതുപോലെ തന്നെ അവിടെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഇങ്ങനത്തെ മാർക്കിംഗ് കണ്ടിട്ടില്ലേ? മിക്കവാറും നമ്മുടെ ഇവിടെ കൂടുതൽ ഗ്രീനും യെല്ലോയും ഉണ്ട്, എങ്കിലും കൂടുതൽ കണ്ടേക്കുന്നത് റെഡും വൈറ്റും ആണ്. അങ്ങനെയുള്ള ചെക്ക് മാർക്കുകളാണ് ആംബുലൻസിൽ കൂടുതൽ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, ഓൺ ദ ആംബുലൻസ് more probably to have their pattern painted on. ഇനി പണ്ടുള്ള ആംബുലൻസിലാണെങ്കിൽ എന്താ, അത് പെയിന്റഡ് ആണ്, പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ ഈ മാർക്ക്, ഇങ്ങനെ ചെക്ക് മാർക്ക്, അത് പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ്. വേറാസ് then modern ambulance, ഇപ്പോൾ ഉള്ള നമ്മുടെ മോഡേൺ ആംബുലൻസുകളില് ഇതെങ്ങനെയാണ്? നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ. എന്ന് വെച്ചാൽ എന്താ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാല് അത് റിഫ്ലക്ട് ചെയ്യും. ആ ഒരു ഇതാണ് ഇപ്പോഴത്തെ ആംബുലൻസുകളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. Whereas modern ambulance normally carry retro reflective design. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് retro reflective design which reflect the light from car headlights or torches. ടോർച്ചിന്റെയോ അല്ലെങ്കിൽ കാറിന്റെ ഹെഡ്ലൈറ്റ്, കാറിന്റെ മാത്രമല്ല ഏത് വാഹനങ്ങളുടെ ആണെങ്കിലും ലൈറ്റ് നമ്മൾ അതിലേക്ക് ആ മാർക്കിലേക്ക് അല്ലെങ്കിൽ അങ്ങയുടെ ആംബുലൻസിലേക്ക് ആ ലൈറ്റ് പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ റിഫ്ലക്ട് ചെയ്യും. ആ രീതിയിലുള്ള റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ് ഇപ്പോൾ ഈ മോഡേൺ ആംബുലൻസിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യാറില്ലേ? അപ്പൊ കണ്ടിട്ടില്ലേ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ആംബുലൻസ് പോവാണ്, നമ്മൾ പോകുന്ന വാഹനത്തിൽ നിന്നുള്ള ലൈറ്റ് അതിലേക്ക് പതിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാ അത് കുറച്ചുകൂടി നമുക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാ. മറ്റേ പെയിന്റഡ് ആണെങ്കിൽ പണ്ട് പെയിന്റഡ് ആയിരുന്നു, അപ്പൊ എന്നാൽ രാത്രിയൊക്കെ അത്ര നമുക്ക് എടുത്ത് കാണാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണും. ആ രീതിയിലുള്ളതാണ് ഇപ്പൊ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ് ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മള് രാത്രിയൊക്കെ പോകുമ്പോൾ നമ്മള് എന്താ പറയാ, റോഡിന്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ ആ മാർക്കുകൾ റിഫ്ലക്ട് ചെയ്ത് കാണൂലേ? ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഡിമ്മായിട്ട് കിടക്കും. ലൈറ്റ് നമ്മൾ അടിക്കുമ്പോൾ രണ്ട് സൈഡിലും ഒക്കെ രാത്രി ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും, അല്ലെ? റെഡും ഫ്ലൂറസെന്റ് അത് തന്നെ യെല്ലോയും കളറിലൊക്കെ ആകുമ്പോ അപ്പൊ നമുക്ക് എന്തിനാ കുറച്ചും കൂടി ശ്രദ്ധ കിട്ടാനല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ ആ മാർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. രാത്രിക്ക് ലൈറ്റ് ഉണ്ട് എങ്കിൽ പോലും കാണാൻ നമുക്ക് അത്ര ശ്രദ്ധ വരില്ല. ഇതെന്ന് പറഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നല്ല തിളങ്ങി നിൽക്കും, അല്ലെ? നല്ല ഭംഗിയല്ലേ രാത്രിയിലൊക്കെ പോകുമ്പോ റോഡില് ഇങ്ങനെ രണ്ട് സൈഡിലും നടുക്കുമൊക്കെ നമുക്ക് ഇങ്ങനെ റിഫ്ലക്ടർ. അപ്പൊ നമ്മുടെ ലൈറ്റ് അടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് കാണും. അത് കുറച്ചും കൂടി നമുക്ക് എന്താ ഒരു സേഫ്റ്റിക്ക് വേണ്ടി, അതായത് നമുക്ക് കുറച്ചും കൂടി അതിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുറച്ചും കൂടി ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പാലത്തിന്റെയും ഒക്കെ സൈഡുകളിലൊക്കെ ഇങ്ങനെ വെക്കാറില്ലേ, ഒട്ടിച്ച് ഇങ്ങനെ വെക്കും. അപ്പൊ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് അവിടെ അത് പെട്ടെന്ന് എടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു? അത് പെയിന്റഡ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ മോഡേൺ ആംബുലൻസുകളിൽ അത് എങ്ങനെയാണ്? റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ്. ക്ലിയർ ആയത്? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നോക്കിയേ, പാസീവ് മാർക്കിംഗ് ഫ്രം ഈസ് ദ വേർഡ് ആംബുലൻസ് or local language alternative illustrate in reverse on the front of the vehicle. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ആംബുലൻസ് എങ്ങനെ എഴുതിയേക്കുന്നേ?
ഇങ്ങനെ ആംബുലൻസ് എഴുതിയേക്കണേ, നേരെയാണ് എഴുതിയേക്കണേ, എങ്ങനെയായിരിക്കും? റിവേഴ്സിലാണ് അല്ലെ? ആ, എന്താ റിവേഴ്സിൽ എഴുതിയേക്കണേ? എന്തിനാ അങ്ങനെ റിവേഴ്സിൽ തല ഇത് കുത്തിര എഴുതി വെച്ചേക്കുന്ന റിവേഴ്സിലായിട്ട്? എന്തുകൊണ്ടാ? അപ്പൊ നമ്മള് ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് എമർജൻസി ആണെങ്കിൽ മാത്രം സൈറനിട്ടൊക്കെ പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആംബുലൻസിനെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി, അതായത് നമ്മളിപ്പോ ഫ്രണ്ടിൽ പോകുന്ന ആളുകള് ആ വാഹനത്തിൽ പോകുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ മിററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആംബുലൻസിൽ ബാക്കിൽ വന്നത് ആ മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസ് അത് ക്ലിയർ ചെയ്ത് വായിക്കുന്നതിന് വേണ്ടിയിട്ടാ. അപ്പൊ മിററിൽ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എങ്ങനെയാ നമ്മൾ അതൊരു മറ്റൊരു പാസീവ് മാർക്കിംഗ് ആണ് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് എഴുതിയേക്കുന്നത്. അതെങ്ങനെയാ? റിവേഴ്സിലാണ്, റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. ആംബുലൻസിന്റെ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ, ആ വെഹിക്കിളിന്റെ ഫ്രണ്ടിൽ തന്നെ റിവേഴ്സ് തിരിച്ച് ആംബുലൻസ് എന്ന് എഴുതിയേക്കുന്നത്. ദിസ് എനേബിൾ ഡ്രൈവേഴ്സ് ഓഫ് അതർ വെഹിക്കിൾ ടു സിംപ്ലി ഐഡന്റിഫൈ ആൻഡ് അപ്രോച്ചിങ് ആംബുലൻസ് ഇൻ ദ റിയർ വ്യൂ മിറർ. കണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഫ്രണ്ടില് പോകുന്ന ആ ഡ്രൈവറിന് ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അവര് ആ മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസിന് കറക്റ്റ് ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിവേഴ്സിൽ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത്. ആംബുലൻസ് മേ ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദ ഓണർ ഓർ ഓപ്പറേറ്റർ. ഇനി ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടാകാം? നെയിം ഓഫ് ദ ഓണർ. ഇപ്പൊ എന്തെങ്കിലും ചാരിറ്റിയുടെ ആംബുലൻസ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് ഓർഗനൈസേഷന്റെ ആണ്, അതിന്റെ ആ പേരുണ്ടാവും അല്ലെ? ആംബുലൻസിന്റെ ആംബുലൻസില് എന്തുണ്ടാവും? പേരുണ്ടാവും. നെയിം ഓഫ് ദ ഓണർ ഓർ ഓപ്പറേറ്റർ. പിന്നെ ആൻഡ് ദ എമർജൻസി ടെലിഫോൺ നമ്പർ ഉണ്ടാവും. അത് നമുക്ക് ആംബുലൻസ് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ടെലിഫോൺ നമ്പറുകളും ആംബുലൻസ് സർവീസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ 2 മാർക്കിംഗ് കിട്ടിയോ? പാറ്റേൺ മാർക്കിംഗ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകൾ. രണ്ടാമത്തെ ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് റിവേഴ്സിൽ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത്. അതെന്തിനാണ്? നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവർമാർക്ക് മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ആംബുലൻസിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്? നെയിം ഓഫ് ദ ഓണർ ഓർ ഓപ്പറേറ്റർ ആൻഡ് ദ എമർജൻസി ടെലിഫോൺ നമ്പർ ഫോർ ദ ആംബുലൻസ് സർവീസ്. ആംബുലൻസ് സർവീസിന് നമുക്ക് ആംബുലൻസിനെ കോൺടാക്ട് ചെയ്യുന്നതിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ നമ്പറുകളും അതിനകത്ത് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഇത് പാസീവ് ആണ് അല്ലെ? അതായത് ആംബുലൻസിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇനി അടുത്ത നോക്കിയേ, ആക്റ്റീവ് ആണ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. Okay, usually the visual signals for the task are in the shape of flashing light. കണ്ടോ? പിന്നെ അടുത്തത് നമ്മളൊരു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ് ഫ്ലാഷിംഗ് ലൈറ്റ്. നമ്മൾ എമർജൻസി വരുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ പോകൂലേ? ലൈറ്റ് മിന്നിച്ച് പോകുന്നത്. എപ്പോഴും ആംബുലൻസ് പോകുമ്പോൾ ലൈറ്റ് ഇട്ട് പോകില്ല. അതെങ്ങനെയാ? ഒരു ആക്റ്റീവ് ആണ്. അതായത് എമർജൻസി ആയിട്ട് നമുക്ക് പോകുമ്പോൾ എമർജൻസി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് വിഷ്വൽ. എമർജൻസി ടൈമിലാണ് അത് ലൈറ്റുകൾ ഇട്ട് പോകുന്നത് ആംബുലൻസിൽ. അത് ഏതാ? ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ. യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റ്. ഫ്ലാഷിംഗ് ലൈറ്റിന്റെ രൂപത്തിലായിരിക്കും അത്. ദിസ് ഫ്ലാഷ് ഇൻ ഓർഡർ ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് അതർ റോഡ് യൂസേഴ്സ് ആസ് ദ ആംബുലൻസ് അപ്രോച്ച്. എന്തിനാ ഇങ്ങനെ ലൈറ്റ് ഇടുന്നേ? എന്തിനു വേണ്ടിയിട്ടാ? അട്രാക്ഷൻ അല്ലെ? നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. ആ റോഡ് യൂസേഴ്സിന്, മറ്റുള്ള റോഡ് യൂസേഴ്സിന് നമുക്ക് ആംബുലൻസിന് വരുന്നുണ്ട്, ആംബുലൻസ് ഉണ്ട് എന്നുള്ളതിന് ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഇങ്ങനെ ഈ ലൈറ്റ് ഇട്ട് പോകുന്നത് ആംബുലൻസിൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അവർക്ക് പോകാനുള്ള അല്ലെ, ആംബുലൻസിൽ പോകാനുള്ള വഴി ഇതാക്കി കൊടുക്കണം. നമ്മള് മറ്റുള്ള വാഹനങ്ങളൊക്കെ ഒതുക്കി ആംബുലൻസിൽ പോകാനുള്ള ഒരു വഴി കൊടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. റോഡ് യൂസേഴ്സിന് കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഓർ ടു പ്രൊവൈഡ് വാർണിംഗ് ടു മോട്ടോറിസ്റ്റ്. മോട്ടോറിസ്റ്റ് എന്ന് പറഞ്ഞ വാഹനയാത്രക്കാര്. മോട്ടറിസ്റ്റ്, MOTORISTS, മോട്ടറിസ്റ്റ് വാഹനയാത്രക്കാർ.
or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. പിന്നെ എന്തിനാ ലൈറ്റ് ഇടുന്നേ? പിന്നെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു റോഡ് യൂസേഴ്സിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞ അല്ലെങ്കിൽ എന്താ വേറൊരു കാര്യം പറഞ്ഞേക്കുന്നേ, ആ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളില്ലേ, ആംബുലൻസ് മാത്രമല്ലല്ലോ റോഡിൽ കൂടെ പോകുന്നത്, മറ്റുള്ള വാഹന യാത്രക്കാര് അവർക്ക് ഇപ്പൊ ആംബുലൻസ് ഒരു ഡേഞ്ചറസ് പൊസിഷനില് ഇപ്പൊ നമ്മൾ ആംബുലൻസ് പാർക്ക് ചെയ്തിടുകയാണെങ്കിൽ ആ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ആംബുലൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ എല്ലാം അതിലേക്ക് ഇടിച്ചെല്ലാം അപകടമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനിൽ ആംബുലൻസ് റോട്ടില് നിർത്തിയിടുകയാണെങ്കിൽ അത് അവിടെ ആംബുലൻസ് ഉണ്ടെന്ന് കാണിക്കുക, ഒരു വാർണിംഗ്, അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ എന്താണ് ഈ വിഷ്വൽ വാർണിംഗ്, ആന്റി വിഷ്വൽ വാർണിംഗ്, അതായത് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാം. നമ്മുടെ വണ്ടികളൊക്കെ സാധാരണ വണ്ടികളാണെങ്കിൽ റോഡിൽ പാർക്ക് ചെയ്യുമ്പോൾ പാർക്കിംഗ് ലൈറ്റ് ഇടണ്ടേ അല്ലേ? വെറുതെ പാർക്ക് ചെയ്തിടാൻ പറ്റില്ല രാത്രിയിലൊക്കെ റോഡിന്റെ സൈഡില് വാഹനമൊക്കെ നമ്മൾ ഒതുക്കിയിടുമ്പോൾ നമ്മൾ ലൈറ്റ് ഇടണം. എന്തിനാ? മറ്റുള്ള വാഹന യാത്രകൾക്കൊക്കെ എന്താ അവിടെ പെട്ടെന്നൊന്ന് അവർക്കൊരു ശ്രദ്ധ കിട്ടാനാണ്. അവിടെ കാറ് പാർക്ക് ചെയ്തേക്കാണ്, രാത്രിയൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി. അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്ലാഷിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. റോഡ് യൂസേഴ്സിന് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ മറ്റുള്ള മോട്ടോറിസ്റ്റ് അതായത് വാഹന യാത്രക്കാർക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ആംബുലൻസ് റോഡ് സൈഡില് സ്റ്റോപ്പ് ഇട്ടിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ആംബുലൻസ് ഉണ്ടെന്ന് അവർക്കും ഒരു ശ്രദ്ധ കിട്ടാനാണ്. ഇപ്പൊ കറക്റ്റ് ഒതുക്കി എമർജൻസി ആയിട്ടൊക്കെ കൊണ്ടുപോകാനായിരിക്കും അല്ലെ, അപ്പൊ നമുക്ക് കറക്റ്റ് നോക്കിയൊക്കെ പാർക്ക് ചെയ്ത് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒതുക്കിയൊന്നും ആംബുലൻസ് അങ്ങനെ ഇതാണെന്നില്ല, പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു പാർക്ക് ചെയ്തിടുമ്പോൾ ആ ലൈറ്റ് കൂടി അവിടെ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർക്കും ഒക്കെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? കോമൺ കളേഴ്സ് ഓഫ് ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആർ. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിലെ വാർണിംഗ് ബീക്കണുകളിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂ, റെഡ്, ആംബർ. കേട്ടിട്ടുണ്ട് ആംബർ എന്ന് പറഞ്ഞ കളറ്? അറിയോ? ബ്രൗണിഷ് യെല്ലോ കളർ ആട്ടോ ആംബർ. ബ്രൗണിഷ് യെല്ലോ കളർ, ബ്രൗണിഷ് യെല്ലോ കളർ ആംബർ ആൻഡ് വൈറ്റ്. അത് മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ്. ആംബുലൻസിലെ വാർണിംഗ് ബീക്കൺസിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കളറുകൾ എനിക്ക് ബ്ലൂ, റെഡ്, ആംബർ, വൈറ്റ്. ഓക്കെ, 4 എണ്ണം അണ്ടർലൈൻ ചെയ്തിടാം. ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. However, the colors may differ by the country. ഓരോ രാജ്യങ്ങൾക്ക് അനുസരിച്ചും എന്താണ് കളറുകളിൽ വ്യത്യാസം വരാം. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളേഴ്സ് ആംബുലൻസ് വാർണിംഗ് ബീക്കണുകളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളേഴ്സ് ആണ് ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? There are several technologies presently used to achieve the flashing effect. അപ്പൊ ഇങ്ങനെ ഈ ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ കുറെ ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. There are several technologies presently used to achieve the flashing effect. ഇപ്പൊ ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാനായിട്ട് കുറെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ സ്റ്റാറുകളും ഒക്കെ ഇങ്ങനെ ഓരോ ബൾബുകളൊക്കെ ഇട്ടല്ലേ, പിന്നെ പല തരത്തിലുള്ള ഫ്ലാഷിംഗ് എഫക്റ്റുകൾ കിട്ടാനായിട്ട് നമുക്ക് കുറെ ടെക്നോളജികൾ ഉണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദീസ് ഇൻക്ലൂഡ് ഫ്ലാഷിംഗ് എ ലൈറ്റ് ബൾബ് ഓർ LED ബൾബ്. LED വെച്ചിട്ടില്ലേ, LED ബൾബുകള് ഫ്ലാഷിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, LED ബൾബുകള്. ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബ്സ്. ഫ്ലാഷിംഗ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബുകൾ ആൻഡ് സ്ട്രോബ് ലൈറ്റ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണയുള്ള ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ളതാണ് സ്ട്രോബ് ലൈറ്റുകൾ. വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക, പ്രകാശിക്കുക എന്നുള്ളതാണ്.
ഇൻകാൻഡസെന്റ് ലൈറ്റ്. അപ്പൊ സാധാരണയുള്ള നമ്മുടെ ലൈറ്റുകളെക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഫ്ലാഷിംഗ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബുകള്, LED ബൾബുകള്, സ്ട്രോബ് ലൈറ്റുകള്, ഇതെല്ലാം നമ്മൾക്ക് ഈ ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോ പറഞ്ഞിരിക്കുന്നത്. ദീസ് ഇൻക്ലൂഡ് ഫ്ലാഷിംഗ് ലൈറ്റ് ബൾബ് ഓർ LED. LED ബൾബ് ഉണ്ട്, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബ്സ്, റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹാലജൻ ബൾബുകളുണ്ട്, സ്ട്രോബ് ലൈറ്റുകളുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ സാധാരണ ഉള്ള ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിരിക്കും. അപ്പൊ കുറച്ചും കൂടി കളർഫുൾ ഒക്കെ ആയിരിക്കും, കുറച്ചും കൂടി പ്രകാശമുള്ള രീതിയിലുള്ള ബൾബുകൾ ഉപയോഗിക്കുന്നുണ്ട്. So as to increase safety, it is the best practice to have 360-degree coverage. ഡിഗ്രി ആട്ടോ, 360 കവറേജിലുള്ള ആക്റ്റീവ് വാർണിംഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. Enhancing the chance of a vehicle being seen from all sides. നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ലൈറ്റ് എത്ര ഡിഗ്രിയാ? 360 ഫുൾ 360 സർക്കിള് അല്ലെ? അപ്പൊ ഫുള്ള് എല്ലാ ഭാഗത്തേക്കും ആ ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള 360 കവറേജ് ഉള്ള ലൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ളവർക്ക് മാത്രമല്ല ആംബുലൻസിന്റെ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൈഡിലുള്ളവർക്ക്, അല്ലെങ്കിൽ ബാക്കിലുള്ളത്. ഇത് അങ്ങനെയല്ല, എല്ലാ വശങ്ങളിലേക്കും ഫ്രണ്ടിലും സൈഡുകളിലും ബാക്കിലും ഒക്കെ മൊത്തത്തില് നമുക്ക് കവറേജ് കിട്ടുന്ന 360 കവറേജിലുള്ള ആക്റ്റീവ് വാർണിംഗ് സിംബലുകള് ആംബുലൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ? സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഏത് വശത്ത് നിൽക്കുന്നവർക്കും ആംബുലൻസിന്റെ ലൈറ്റ് കാണാൻ പറ്റും. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എത്ര ഡിഗ്രി കവറേജാ? 360 coverage. So as to increase safety, it is the best practice to have a 360 coverage with the active warning. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാ? എല്ലാ സൈഡിൽ നിന്നുള്ളവർക്കും ആംബുലൻസ് കാണുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? അത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗുകള് ഓക്കെ ആണോ? ക്ലിയർ ആയ എല്ലാവർക്കും? അണ്ടർലൈൻ ചെയ്യാനുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് എന്താ പറയാ, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. നമുക്ക് കാണാൻ മാത്രം ഉള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റില് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മള് ഈ വിഷ്വൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഫ്ലാഷിംഗ് ലൈറ്റിന്റെ രീതിയിലാക്കി, ഫ്ലാഷ് മിന്നി നിൽക്കുന്ന രീതിയിലുള്ള വിഷ്വൽ സിഗ്നല് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആംബുലൻസിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആംബുലൻസ് ലൈറ്റ് ഇട്ട് പോകണം കണ്ടിട്ടില്ലേ? എമർജൻസി ഒക്കെ ആയിട്ട് വരുമ്പോ ലൈറ്റ് ഇട്ട് പോകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ലൈറ്റ് ഇട്ട് ആംബുലൻസ് പോകുന്നത്? ലൈറ്റ് ഇട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ റോഡ് യൂസേഴ്സിന് നമുക്ക് ആംബുലൻസ് ഉണ്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ, ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാ. അപ്പൊ ആ ലൈറ്റ് കാണുമ്പോ ദൂരേന്ന് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റൂലോ. ആംബുലൻസ് വരുമ്പോ ലൈറ്റ് ഇട്ട് വരുമ്പോ നമുക്ക് ദൂരേന്ന് ആ റോഡ് യൂസേഴ്സിന് ശ്രദ്ധ കിട്ടാനാണ്. അപ്പൊ നമുക്കത് ഒതുക്കി കൊടുക്കാം അല്ലെ? ആംബുലൻസ് വരുന്നുണ്ട്, നമുക്ക് കാണുമ്പോഴറിയാൻ പറ്റും, ആ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ദൂരേന്ന് ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. അതായത് റോഡ് യൂസേഴ്സിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടാൻ, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്, ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, വാഹന യാത്രക്കാരില്ലേ, വണ്ടിയിൽ പോകുന്ന മറ്റുള്ള ആളുകളില്ലേ, അപ്പൊ അവർക്ക് ഈ ആംബുലൻസ് ഏതെങ്കിലും ഡേഞ്ചറസ് പൊസിഷനിൽ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു അപകടം പറ്റും, പെട്ടെന്ന് ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോകണം എന്നുള്ളതാണല്ലോ അതിന്റെ ആംബുലൻസ് സർവീസിന്റെ ഇത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടൊക്കെ ഒതുക്കിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അപകടകരമായ രീതിയിൽ റോഡിന്റെ സൈഡില് ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർക്ക് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇടുകയാണെങ്കിൽ, ഈ ഫ്ലാഷിംഗ് ലൈറ്റ് ഇടുകയാണെങ്കിൽ മറ്റുള്ള യാത്രക്കാർക്ക് ദൂരേന്ന് തന്നെ അറിയാൻ പറ്റും ആ സൈഡില് ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കാണുമ്പോ തന്നെ അറിയാലോ അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടും ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ക്ലിയർ ആയോ? ഇപ്പൊ ചോദിച്ച മോള് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്
രണ്ട് കാര്യങ്ങളാണ് ആ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ. ഞാൻ ഓരോന്നും കഴിയുമ്പോൾ അതാണ് പറയുന്നത്. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തുണ്ടോ ഒന്നുകൂടി പറയണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ക്ലാസ്സിൽ നിന്ന് തന്നെ പറയുന്നതാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ആണത്. ഇപ്പൊ എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ എസ് ഇട്ടാൽ പിന്നെ നമ്മൾ വിചാരിക്കുക എല്ലാവർക്കും അത് മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാവാത്തവര് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സേ ആ ഒരു പോയിന്റ് ഒന്നുകൂടി പറയാം കേട്ടോ. മനസ്സിലായവര് റിപ്ലൈ ചെയ്തില്ലെങ്കിലും ഞാൻ പറയാറുണ്ട്, മനസ്സിലാവാത്തവര് തീർച്ചയായിട്ടും ഇവിടെ മെസ്സേജ് ചെയ്തിടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓഡിബിൾ വാർണിംഗ് ആണ്. ഇനി ആംബുലൻസിന് സൗണ്ട് ഇല്ലേ, പല സൗണ്ടുകൾ കേൾക്കാം അല്ലെ. ഓഡിബിൾ, മറ്റേത് നമ്മൾ വിഷ്വൽ ആണ്, ലൈറ്റ് നമുക്ക് കാണാനേ പറ്റുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഓഡിബിൾ വാർണിംഗ് ആണ്. ആംബുലൻസിന്റെ സൗണ്ട് എത്ര ദൂരെന്നാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റൂ അല്ലെ. ഒത്തിരി ബാക്കിലാണ് നമ്മുടെ ആംബുലൻസ് എങ്കിൽ നമുക്ക് നേരിട്ട് ലൈറ്റ് കാണാൻ പറ്റില്ലാത്തൊരു ഇതിലാണെങ്കിൽ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കും ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് വിഷ്വൽ വാർണിംഗ് ആ പറഞ്ഞത്, ലൈറ്റുകളുടെ രൂപത്തിലുള്ള വിഷ്വൽ വാർണിംഗുകൾ. ഇനി നമ്മൾ നോക്കുന്നത് ഓഡിബിൾ വാർണിംഗ് ആണ്. ഓഡിബിൾ വാർണിംഗ് അതായത് ഓഡിയോ, നമുക്ക് കേൾക്കുന്ന തരത്തിലുള്ള അലാറം, ബെല്ലുകൾ ഒക്കെ. ഓക്കെ, ഓഡിയോ ആണ് കേട്ടോ. ബിസൈഡ് വിഷ്വൽ വാർണിംഗ് ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് ഓഡിബിൾ വാർണിംഗ്. അപ്പൊ ഈ വിഷ്വൽ ആയിട്ടുള്ള ഈ ലൈറ്റുകൾക്ക് പുറമെ ആംബുലൻസിൽ എന്തും കൂടി ഉണ്ട്? ഓഡിബിൾ സൗണ്ടും കൂടി ഉണ്ട്. ആംബുലൻസിൽ സൗണ്ടും കൂടി ഉണ്ട്. ഓക്കെ, സംടൈംസ് നോൺ ആസ് സൈറൻ. അതിനെന്തെന്നാ പറയുന്നത്? നമ്മള് സൈറൻ എന്നാ പറയുന്നത് അല്ലെ. അതിനെയാണ് സൈറൻ. ആ സൈറൻ ഇട്ട് വരൂല്ല ആംബുലൻസ്, പല സൈറനുകളുണ്ട്. സൈറൻ ഇട്ട് വരാം. അത് ഓഡിബിൾ വാർണിംഗ് ആണ് നമുക്ക്. which can alert people and vehicles to the presence of ambulance before they can see. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഈ സൗണ്ട് കൊടുത്തേക്കണം? എന്തിനാ ലൈറ്റ് മാത്രം പോരെ? എന്തിനാ സൗണ്ടും കൂടിയും കൊടുക്കണത്? ഇപ്പൊ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിലാണെങ്കിൽ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റും ലൈറ്റ്. എന്നാൽ കുറേ അധികം നമ്മുടെ ബാക്കിലാണെങ്കിൽ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റൂല്ലോ. നമ്മുടെ കണ്ണിന് കാണുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഒത്തിരി ദൂരത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എന്താ? സൗണ്ട് കേൾക്കാം. അപ്പൊ ദൂരെ കാണുന്നതിന് മുൻപ് അറിയാം. ശരിയാണ്. ഓക്കെ, നമുക്ക് ആളുകൾക്ക് ഒരു അലർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. ആംബുലൻസ് ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വാഹനം ഒതുക്കി കൊടുക്കാറില്ലേ? നിങ്ങൾ ഒതുക്കി കൊടുക്കാറില്ലേ? ഇല്ലേ? ആംബുലൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സൈഡ് ഒതുക്കി കൊടുത്തോളണം. അതിന് പോകാനുള്ള വഴി നമ്മൾ ഫ്രീ ആക്കി നമ്മൾ വിടണം. അപ്പൊ അതിന് ആളുകൾക്ക് ഒരു അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സൗണ്ടും ലൈറ്റും ഒക്കെ ഇട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകുമ്പോഴൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യും? ആളുകൾ അലേർട്ട് ആയിട്ട് അവരത് ഒതുക്കി കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. which can alert people and vehicle to the presence of ambulance before they can see. എന്തിനാ? ആംബുലൻസ് കാണുന്നതിന് മുന്നേ, നമുക്ക് അത് കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന്റെ ആംബുലൻസിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയാ. നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. The first hearable warnings were mechanical bells. Underline ചെയ്തിട്ട് ആ സെന്റൻസ്. The first hearable warning were mechanical bells. ആദ്യത്തെ hearable warning എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. ബെല്ലാണ് mounted on either on the front of the roof of the ambulance. കണ്ടിട്ടില്ലേ? ആംബുലൻസിന്റെ ഫ്രണ്ടില് മുകളിലായിട്ട്, ആംബുലൻസിന്റെ ഫ്രണ്ടില് മുകളിലായിട്ട് ഇങ്ങനെ ബെല്ലുകൾ, മെക്കാനിക്കൽ ബെല്ലായിരുന്നു പണ്ട് ഈ ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു ഒച്ച മാത്രമേ കേൾക്കുള്ളൂ. ആംബുലൻസിൽ പോകുമ്പോ ഒരു സൗണ്ട് ഇല്ലേ? അല്ലെ? ആംബുലൻസ് പോകുമ്പോ ഒരു സൗണ്ട് ഇല്ലേ? ആ ഒരു ഇത് മാത്രമായിരുന്നു പണ്ട്. മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. എന്നാൽ ഇപ്പൊ നോക്കിയേ, most modern ambulance are now equipped with electronic sirens. ഇപ്പൊ എങ്ങനെയാ? ആംബുലൻസിൽ ഇലക്ട്രോണിക് സൈറനുകളാണ്. അണ്ടർലൈൻ ചെയ്തത്. most modern ambulance are now equipped with electronic sirens. എന്നാ ഇപ്പോൾ ആംബുലൻസുകളിൽ എങ്ങനെയാ? ഇലക്ട്രോണിക് സൈറനുകളാ. പണ്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു.
അത് ആംബുലൻസിന്റെ ഫ്രണ്ടില് റൂഫ് മുകളിലായിട്ട് ഇങ്ങനെ ബെല്ല് ഘടിപ്പിച്ചേക്കായിരുന്നു. മെക്കാനിക്കൽ ബെല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ടെക്നോളജി കൂടിയില്ലേ, ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോ എന്ത് പറ്റി, അത് ആ മെക്കാനിക്കൽ ബെല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ എന്താക്കി, അവിടെ നമ്മള് ഇലക്ട്രോണിക് സൈറനുകളാണ് ആംബുലൻസിൽ ഇപ്പൊ ഉപയോഗിക്കുന്നത്. Modern ambulances are now equipped with the electronic sirens, which produce a range of different noises, which ambulance operator can use attract more attention to themselves, especially when advancing through an intersection or in heavy traffic. എന്നാൽ ഇപ്പൊ എന്താ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക് സൈറനുകളാണെന്ന്, അത് ഈ ആംബുലൻസിലെ ഡ്രൈവറിന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരേ സൗണ്ട് ആണോ, അതിന്റെ എമർജൻസി അനുസരിച്ച് അതിന്റെ സൗണ്ട് മാറ്റാൻ പറ്റും. നമുക്ക് ഇപ്പൊ നമ്മൾ ആംബുലൻസിൽ പോകാൻ വഴി നൽകണം, അന്നുള്ളത് കാണിക്കാനായിട്ട് നമുക്ക് ഒരു അതിന്റെ അലാറം, ആ സൈറന്റെ നോയിസ് വ്യത്യാസം വെക്കാം. എന്നാൽ പേഷ്യന്റുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അങ്ങനെ കുറച്ച് ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് ആ സൈറന്റെ ആ മോഡ് മാറ്റി വെക്കാൻ പറ്റും. പിന്നെ ഏറ്റവും അപകടകരമായ രീതിയിൽ പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും ആ സൈറൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മരിച്ചവരെ കൊണ്ടുപോകുമ്പോൾ അത് വേറൊരു സൗണ്ട്. നിങ്ങൾ അങ്ങനെ സൗണ്ട് ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൗണ്ടിന്റെ ഡിഫറൻസ് അത് നമുക്ക് അറിയാവുന്നവർക്ക് എന്താ പറയാ അറിയാൻ പറ്റും. നമുക്ക് കൂടുതൽ എമർജൻസി ആണോ, സാധാ പോണതാണോ, അതെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ആ ആംബുലൻസിലെ ഡ്രൈവറിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് പൊസിഷനിൽ അവർ പോണേ അതനുസരിച്ച് അത് അതിന്റെ മോഡ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഡ്രൈവറിന്. യെസ്, കേട്ടിട്ടുണ്ട് അല്ലെ. അത് പലതിനും പല സൈറനായിരിക്കും ഇട്ട് പോകുന്നത്. അത് അവര് അപ്പൊ ഏതാണോ, ഏത് ടൈപ്പ് ആണ് നമ്മൾ പേഷ്യന്റിനെ, എങ്ങനത്തെ പേഷ്യന്റ് ആണ് കൊണ്ടുപോകുന്നത്, എമർജൻസി ആണോ അല്ലെങ്കിൽ അത്ര ഗുരുതരാവസ്ഥയിലല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന്റെ അനുസരിച്ച് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ആ സൗണ്ട് അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, produce a range of different noises which ambulance operator can use to attract more attention to themselves. ഇത് എന്തിനു വേണ്ടിയാ, കുറച്ച് കൂടി നമുക്ക് ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട്, ശ്രദ്ധ കിട്ടാൻ വേണ്ടി. അപ്പൊ ആ നോയിസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, എത്രത്തോളം സീരിയസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും. പിന്നെ especially when advancing through a intersection or in heavy traffic. പ്രത്യേകിച്ച് നമ്മൾ ഹെവി ട്രാഫിക് ഒക്കെ ആണെങ്കിൽ, ഒരു ഹെവി ട്രാഫിക് ജംഗ്ഷനിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ അതിനെ സെൻസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എന്താ ഇലക്ട്രോണിക് സൈറനുകളാണ്. അപ്പൊ അതിനെ സെൻസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ അതിന്റെ മോഡുലേഷൻ ചെയ്യാൻ പറ്റും. ആ സൈറന്റെ നോയിസ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈറനുകളൊക്കെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹെവി ട്രാഫിക്കിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ മോഡുലേഷൻ നമുക്ക് ആ സൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈറനുകളുണ്ട്. ഓക്കെ, അതനുസരിച്ച് ഒരു സെൻസ് ചെയ്യുന്ന രീതിയിലുള്ള അതായിരിക്കും ആ സൈറന്റെ നോയിസ്, അതനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇനി അടുത്ത പോയിന്റിൽ പറഞ്ഞേക്കുന്നത് നോക്കിയേ, a new development is the use of RDS. RDS എന്താ, റേഡിയോ ഡേറ്റ സിസ്റ്റം. റേഡിയോ ഡേറ്റ സിസ്റ്റം. അപ്പൊ ഇപ്പൊ ഒരു പുതിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ RDS സിസ്റ്റം ആണ്, ഓഫ് ദ കാർ റേഡിയോസ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് RDS എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ആംബുലൻസിൽ യൂസ് ചെയ്യുന്നതാണ് RDS എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. അപ്പൊ ഇങ്ങനെ RDS സിസ്റ്റം യൂസ് ചെയ്യുന്ന ആംബുലൻസുകളും ഉണ്ട്. അപ്പൊ ഓൺ ദ വേയിൽ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു RDS അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടാവും, റേഡിയോ ഡാറ്റ സിസ്റ്റം. ഓക്കെ, RDS സിസ്റ്റം പുതിയൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ് ഓഫ് RDS ഘടിപ്പിച്ചിട്ടുള്ള ആംബുലൻസുകളും ഉണ്ട്. ഇനി അടുത്ത നോക്കിയേ, ദ ലാസ്റ്റ് പോയിന്റ് എന്താ, ദ ആംബുലൻസ് ഈസ് എക്വിപ്ഡ് വിത്ത് ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. ചെറിയ തോതിലുള്ള ഒരു FM ട്രാൻസ്മിറ്ററും ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
which terminates the radio of all cars within the range. അതായത് അത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു റേഞ്ചിനുള്ളിലെ എല്ലാ മെസ്സേജും പാസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. അതെന്ന് പറയുക FM ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റേഞ്ചിന്റെ ഉള്ളിലെ എല്ലാ മെസ്സേജും പാസ് ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസ്മിറ്ററുകളും അതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, FM transmitter. The ambulance is equipped with a short range of FM transmitter, which terminates the radio of all cars within a range. അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ച്, ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു, അത് പാസ് ചെയ്യുന്ന രീതിയിലുള്ള ട്രാൻസ്മിറ്ററുകളും ആംബുലൻസിലുണ്ട്. അപ്പൊ RDS ഉണ്ട്, FM ട്രാൻസ്മിറ്ററുകളും ഒക്കെ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓഡിബിൾ വാർണിംഗിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? അത് ആദ്യം നമ്മൾ പറഞ്ഞ എന്താ, സൈറനുകളാണ്. അതെന്തിനാണ്? ആദ്യം ആംബുലൻസ്, മോഡേൺ ആംബുലൻസിൽ ഏതാണ്, ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ ഇലക്ട്രോണിക് സൈറൻ ആയിരുന്നു. ആദ്യത്തെ എന്ന് പറഞ്ഞ മെക്കാനിക്കൽ ബെല്ലായിരുന്നു. പണ്ട് കാലത്ത് മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഇലക്ട്രോണിക് സൈറനുകളായി വന്നു. അതിന്റെ നോയിസ് ആ ഡ്രൈവറിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് ടൈപ്പ് എമർജൻസി ആണ് അതിനനുസരിച്ചുള്ള ആ സൈറൻ, അതിന്റെ ഒരു മോഡ് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് സൈറനുകളാണ് ഇന്നത്തെ ആംബുലൻസുകൾ ഉള്ളത്. പിന്നെ അതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ RDS സിസ്റ്റം ഉണ്ട്. RDS സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് RDS സിസ്റ്റം ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു FM ട്രാൻസ്മിറ്റർ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതെന്തിനാ? ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ മാത്രം മെസ്സേജുകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓക്കെ, കോസ്റ്റ് അനുസരിച്ച് തന്നെ നമുക്ക് ആംബുലൻസിനെ പല രീതിയിൽ നമുക്ക് തിരിക്കാം. ആംബുലൻസിന്റെ വിലയല്ല കേട്ടോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആംബുലൻസ് നമുക്കൊരു സർവീസ് തരൂലേ, അപ്പൊ അതിന് ഈടാക്കുന്ന ഒരു ഫീസ്, അതാണ് അതിനകത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം കേട്ടോ. ഓരോന്ന് പഠിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത നമുക്ക് പറയാം. നമുക്ക് കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസ് പല രീതിയിലുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് കിലോമീറ്റർ അനുസരിച്ചായിരിക്കും. ഇത്ര കിലോമീറ്റർ ഇങ്ങനെ നമ്മൾ ബോഡി കൊണ്ടുപോകണമെങ്കിൽ ഇത്ര കിലോമീറ്റർ പോകണമെങ്കിൽ ഇത്ര രൂപ, അങ്ങനെയായിരിക്കും. ആംബുലൻസ് ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അതിന് അവർ ഈടാക്കുന്ന ഫീസ് പല രീതിയിലാണ്. അപ്പൊ കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിലെ 4 തരത്തിൽ തിരിക്കാം. The ambulance ride cost can be paid from several sources. പല രീതിയിൽ നിന്ന് നമുക്ക് ആംബുലൻസ് കോസ്റ്റ് നമുക്ക് പേ ചെയ്യാം. And this will relay the local situation or kind of services being provided. ഏത് തരത്തിലുള്ള സർവീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ട് ആ കോസ്റ്റിലും വ്യത്യാസപ്പെടാം. ഇപ്പൊ എല്ലാ ഇതിനും ഒറ്റ ചാർജ് അല്ല ഈടാക്കുന്നത്. ബൈക്കും ആൻഡ് ടൂക്കും ആരിലൂടെ കിട്ടുന്ന ആംബുലൻസ് ആണ്, അത് സർവീസ് ഏത് വഴി കിട്ടുന്നതാണ്, അതിനനുസരിച്ചൊക്കെ എന്താ ആ കോസ്റ്റിന് വ്യത്യാസം വരാം. ഓക്കെ, അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെയാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. എന്നറിയാലോ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്താ? അപ്പൊ അതൊരു ഗവൺമെന്റിന്റെ ഒരു കീഴിൽ വരുന്നതായിരിക്കും. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വീടുകളിൽ ആരെങ്കിലും മരിച്ചു. അപ്പൊ നിങ്ങളൊരു പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണ്, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ. അപ്പൊ ഏത് ഇതിനകത്തുള്ള ആളാണ് എന്നുള്ളത് ആദ്യം നോക്കും. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തില് പഞ്ചായത്തിലാണ് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിന് മെമ്പറിനെ നമ്മൾ വിവരം അറിയിക്കും അല്ലെ, മരിച്ചു എന്നുള്ളത്. അപ്പൊ എന്താ, ആ മെമ്പർ വിളിച്ച് പറഞ്ഞിട്ട് എന്താ പറയാ, ആ പഞ്ചായത്തിന്റെ കീഴില് അവിടെ നിന്ന് ഒരു ആംബുലൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ആ നോട്ടിലേക്ക് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ പഞ്ചായത്ത് മെമ്പർ വിളിച്ചു പറയുമ്പോൾ അയാൾക്കുടെ ഇതില് എന്താ ആ മെമ്പറിന്റെ ഇതില് നമുക്ക് അവര് ഒരു ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അതെന്ന് പറഞ്ഞപ്പോ നമ്മള് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ആംബുലൻസ് വിളിക്കുന്നതിനേക്കാൾ കുറച്ച് പൈസ അവിടെ കുറവായിരിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ അതിന്റെ ഫീസ് അപ്പൊ അവര് ഈടാക്കുന്ന പൈസ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ദ ഫുൾ ഓർ ദ മെജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റ് ട്രാൻസ്പോർട്ട് ബൈ ദ ആംബുലൻസ് ഈസ് ബോർഡ് ബൈ ദ ലോക്കൽ, റീജിയണൽ ഓർ നാഷണൽ ഗവൺമെന്റ് ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അതിന്റെ ഒക്കെ കീഴിൽ വരുന്ന ആംബുലൻസ് ആണിത്. ആംബുലൻസ് സർവീസ് ആണ്. അപ്പൊ അതിന്റെ ആ ഫീസ് എന്ന് പറഞ്ഞാൽ അവരാണ് പറയുന്നത് എത്രയാന്നുള്ളത്. അത് നമ്മളിപ്പോ പ്രൈവറ്റ് ഒരു ആംബുലൻസ് വിളിക്കുന്നതിനേക്കാളും ഫീസ് കുറവായിരിക്കും. ചെറിയൊരു ഫീസ് ആയിരിക്കും അവിടെ ഈടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളതാണ്. ഇപ്പൊ നമ്മള് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നമ്മൾ അവരുടെ കൗൺസിലറിനെ വിളിച്ചു പറയും. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഗവൺമെന്റിന്റെ അതിന്റെ കീഴിൽ വരുന്ന ഒരു ആംബുലൻസ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമ്മൾ വിളിക്കുന്നതിനേക്കാളും കുറച്ച് പൈസ എങ്ങനെയാ അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇതാണ്. ഇനി രണ്ടാമത്തെയാണ്. അപ്പൊ അതിനകത്ത് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അതിനകത്ത് ഏതിനകത്ത് വരുന്നതാണെന്നുള്ളത്, ഏതിലാണ് അതിപ്പോ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിലാണോ, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിലാണോ, ചാരിറ്റി ഫണ്ടഡ് സർവീസിലാണോ, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസിലാണോ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ആ ഒരു ഇത് തന്നിട്ട് ചോദിക്കാം നിങ്ങൾക്ക്. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. അവിടെ ദ ഫുൾ ഓർ ദ മെജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് transport by the ambulance is borne by local, regional or national government through their ordinary tax. അവരുടെ ടാക്സേഷൻ ഉൾപ്പെടെ നമുക്ക് അതിന്റെ ഇത് ഗവൺമെന്റിന്റെ ഫുള്ള് ഇതിൽ വരുന്നതായിരിക്കും. ഇനി അടുത്തത് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. അപ്പൊ അതെങ്ങനെയാ, ആരായിരിക്കും അതിന്റെ ഫീസ് കാര്യങ്ങൾ പറയുന്നത്? പ്രൈവറ്റ് വ്യക്തികളായിരിക്കും. അവര് പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആയിരിക്കും. കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. അപ്പൊ നമ്മൾ അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ പൈസ ഒരു പ്രൈവറ്റ് ആംബുലൻസ് ആണ് നമ്മൾ വിളിക്കണമെങ്കിൽ അതിന്റെ കോസ്റ്റ് നമ്മൾ പേ ചെയ്യണം. അവരെത്രയാ പറയുന്നത് അത്രയും രൂപ നമ്മൾ അടയ്ക്കണം. അപ്പൊ ഈ ഗവൺമെന്റ് ഫണ്ടിനേക്കാളും നമുക്ക് എന്താ പൈസ കൂടുതലായിരിക്കും. പ്രൈവറ്റ് ഇതാവുമ്പോഴും നമുക്ക് പൈസ അവിടെ കൂടുതൽ വേണ്ടി വരും. അപ്പൊ നമ്മള് ഫീസ് അതിന്റെ പേയ്മെന്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കുക, അല്ലെങ്കിൽ ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പൈസ ഇൻഷുറൻസ് കമ്പനികൾ അഫോർഡ് ചെയ്തോളും. ഓക്കെ, ഇൻഷുറൻസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അതിന്റെ പേയ്മെന്റ് ചെയ്തോളും. അപ്പൊ ആ പേയ്മെന്റ് ഈ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിന്റെ പേയ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, പേയ്മെന്റ് കൂടുതലായിരിക്കും. അത് നമ്മൾ തന്നെ പേയ്മെന്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിനേക്കാളും പേയ്മെന്റ് കൂടുതലായിരിക്കും. ഇനിയിപ്പോ വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ അത് അഫോർഡ് ചെയ്തോളും. ഓക്കെ, ഇനി അടുത്തതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. അപ്പൊ അതാരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നേ? ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആവുമ്പോ എവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും? നമുക്ക് ചാരിറ്റി, അല്ലെ? ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെ? ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് ബൈ എ ചാരിറ്റി. Although contribution may be sought for services received. ഇവിടെ നോക്കിയേ, ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇതുപോലെ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും മരിക്കുകയാണ്, നമ്മൾ ചാരിറ്റിയിൽ പറയുകയാണെങ്കിൽ, ചാരിറ്റിനെ ഇത് അറിയിക്കുകയാണെങ്കിൽ ആ ചാരിറ്റി നമുക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിന് ഫീസ് ഒന്നും അവർ മേടിക്കില്ല, ഫ്രീ ആയിട്ട്. അങ്ങനെയില്ലേ, ഒത്തിരി ചാരിറ്റികളില്ലേ ഫ്രീ ആയിട്ട് നമുക്ക് മെഡിസിൻസ് കൊണ്ടുതരുന്നു, പേഷ്യൻസിന് ആവശ്യമുള്ള സാധനങ്ങൾ, വാട്ടർ ബെഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുതരും. ഒത്തിരി ചാരിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചാരിറ്റീനെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ആ ചാരിറ്റിയുടെ കീഴിലുള്ള ആംബുലൻസ് അവരുടെ ഇതിലുള്ള ആംബുലൻസ്
പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിന് കാശൊന്നും അവർ മേടിക്കൂല, പൈസ ഒന്നും നമ്മൾ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഡെഡ് ബോഡി കൊണ്ടുപോകാനാണ്, ഈ ബോഡിയെ കൊണ്ടുപോകാനാണ് എങ്കിലും ആ ചാരിറ്റി തരുന്നതാണ്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ചാരിറ്റി നമ്മൾ അതിന് എന്താ വേറെ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. പക്ഷേ നമുക്കൊരു ഇത് ചെയ്യാം, എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റിക്ക് കൊടുക്കാൻ പറ്റും. നമുക്കൊരു സഹായം ചെയ്താൽ നമ്മളൊരു പ്രത്യുപകാരം ചെയ്യണ്ടേ, അല്ലെ? നമുക്ക് ഫ്രീ ആയിട്ട് ആംബുലൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമുക്കൊരു പ്രത്യുപകാരം എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാരിറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ്, എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്ടർ ബെഡോ അല്ലെങ്കിൽ ഇനി വീണ്ടും അടുത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനങ്ങളില്ലേ, ആ രോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വല്ല വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചാരിറ്റിക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താ പറയാ, വേറെ പൈസ ആയിട്ട് നമ്മൾ കൊടുക്കണ്ട, നമുക്കൊരു സംഭാവനയായിട്ട് നമുക്ക് ആ ചാരിറ്റിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് ഫ്രീ ആയിട്ട് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്താലും നമുക്കൊരു സംഭാവന കൊടുക്കുമ്പോൾ അത് അവർക്ക് വീണ്ടും മറ്റുള്ള ആളുകൾക്ക്, രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഉപയോഗിക്കാലോ. അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുത്താൽ മതി, ഇന്ന ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു പൈസയും നമ്മൾ അവിടെ കൊടുക്കണ്ട. ക്ലിയർ ആയോ? ചാരിറ്റി ഫണ്ടഡ് സർവീസ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ലാസ്റ്റത്തെയാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ അത് ആര് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും? ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, hospital may provide the ambulance transport fees of charge on the condition that the patient use the hospital services which they may have to pay for. എന്താ പറഞ്ഞേക്കുന്നേ? Hospital may provide the ambulance transport fees of charge on the condition that the patient use the hospital services. അപ്പൊ ഇതാരാ? ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലില് നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ ആ പേഷ്യന്റ് മരിച്ചു. ഓക്കെ, ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ തന്നെ ആ പേഷ്യന്റ് മരിച്ചു. അപ്പൊ അവർക്കുടെ ബോഡി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ? ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോ അതിന് അവര് വേറെ പൈസ ഒന്നും വാങ്ങില്ല. അപ്പൊ അതിന് വേറെ ഫീസ് ഒന്നും വാങ്ങില്ല. ആ ബോഡി അവര് എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. എന്താ കാര്യം? ആ പേഷ്യന്റ് അത്രയും ദിവസം അവിടെ കിടന്നില്ലേ, 2 ആഴ്ചയോളം ഹോസ്പിറ്റലില് കിടന്ന് അഡ്മിറ്റ് ആയിട്ടാണ് ആ പേഷ്യന്റ് മരിച്ചത്, അല്ലെ? അപ്പൊ അത്രയും ദിവസം ഒരു നല്ലൊരു പൈസ ആ പേഷ്യന്റിനായിരുന്നു ഓൾറെഡി ഹോസ്പിറ്റലിന് കിട്ടിയിട്ടില്ലേ, അല്ലേ? മരുന്നുകൾക്കായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ഹോസ്പിറ്റലിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ എന്താ, ഓൾറെഡി അപ്പൊ ഹോസ്പിറ്റലിന് കുറെ പൈസ തന്നെ ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ, അതിന്റെ ഒരു ഇതില് അവര് ഫ്രീ ആയിട്ട് ബോഡി വീട്ടിലേക്ക് എത്തിക്കുന്നു. അതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫീസ് ഓഫ് ചാർജ് ഓൺ ദ കണ്ടീഷൻ. ഏത് കണ്ടീഷനിലാ? ദാറ്റ് ദ പേഷ്യന്റ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസസ്. ആ പേഷ്യന്റ് ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിച്ചു എന്നുള്ള കണ്ടീഷനിൽ ആംബുലൻസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ബോഡി എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് എത്തിച്ചേരും. ക്ലിയർ ആയോ? 4 കോസ്റ്റ് അനുസരിച്ചുള്ള ആംബുലൻസിന്റെ ആ ഡിവിഷൻ. ഗവൺമെന്റ് ഫണ്ടഡ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇതൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. എന്നിട്ട് അതിനകത്ത് ഓരോന്ന് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇപ്പൊ ഇതിനകത്ത് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസിൽ ചോദിക്കും, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് സർവീസ് ദ കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി by themselves or through their insurance company. അങ്ങനെ തന്നെ ആ സെന്റൻസ് എടുത്ത് തരാം. അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് ഇതിനകത്ത് വരുന്നതാണെന്ന് ചോദിക്കാം, ഏത് സർവീസിൽ വരുന്നതാണ്. അല്ലെങ്കിൽ the transport of the ambulance may be given free of charge to the patient by a charity. ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ചാരിറ്റി ഫണ്ടഡ് സർവീസ്.
ഹോസ്പിറ്റലിന് ചോദിക്കാം fees of charge on the condition that the patient use the hospital services. അതേതാ hospital funded service. ക്ലിയർ ആണല്ലോ? ഓക്കെ എല്ലാവർക്കും? കോസ്റ്റ് അതും ഒന്ന് ടിക്കറ്റ് വെക്കണം കേട്ടോ. ഇനി ബോറടിക്കണ്ട, ബോറടിക്കണ്ടോ? നോ ഇല്ല. കോൺസ്റ്റാന്റ് പറയണോ എല്ലാരോടും? കുഴപ്പമൊന്നുമില്ല അല്ലെ? വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല, നമുക്കത് കേട്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു ടോപ്പിക്കാണ്. വലിയ ബുദ്ധിമുട്ട് ഇല്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്തിട്ട് എല്ലാവരും. ഓക്കെ, ഇപ്പൊ കോസ്റ്റിന്റെ അനുസരിച്ച് നമ്മൾ 4 തരം ഉണ്ടെന്ന് പറഞ്ഞു. ആംബുലൻസ് സർവീസ് ഗവൺമെന്റ് ഫണ്ടഡ് ഉണ്ട്, പ്രൈവറ്റ്ലി ഫണ്ടഡ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എമർജൻസി സർവീസ്. ഏത് നമ്പറിലാണ് നമ്മൾ എമർജൻസി വിളിക്കുന്നത്? എത്രയാ നമ്പർ? എത്രയാ നമ്പർ? 108 അല്ലെ? ഓക്കെ ഓക്കെ, 108 108 എന്ന നമ്പറിലേക്കാണ് നമ്മൾ ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ നമ്മൾ എമർജൻസി വിളിക്കുന്നത്. 108 എമർജൻസി സർവീസ്, ഹൗ ഇറ്റ് കം, എങ്ങനെയാണ് നമുക്കത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എന്താണ് നമ്മള് ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ അടുത്തോ ആർക്കെങ്കിലൊക്കെ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആംബുലൻസിനെ വിളിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. When an emergency is intimated through 108. Intimated എന്ന് പറഞ്ഞാൽ അറിയിക്കുക. എമർജൻസി നമ്മൾ വിളിച്ച് അറിയിക്കുന്നത് ഏത് നമ്പറിലേക്കാണ്? 108. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 108 എന്ന നമ്പറിലേക്കാണ് നമ്മൾ എമർജൻസി അറിയിക്കുന്നത്. The caller collects the needed basic information and sends appropriate services. ഇപ്പൊ നമ്മള് ഈ കോൾ ചെയ്യുന്ന കോളർ എന്ത് ചെയ്യണം? നമ്മളൊരു കുറച്ച് ബേസിക് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. നമ്മൾ വിളിക്കുമ്പോൾ, നമ്മളിപ്പോ ഒരു കോള് നിങ്ങൾ വിളിക്കുമ്പോഴാണെങ്കിലും ആദ്യം തന്നെ നമ്മള് എന്താ ഇപ്പൊ പിന്നെ ഫോണ് മൊബൈൽ ആയതുകൊണ്ട് നമ്മുടെ നമ്പർ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്ന ആളാന്ന് പറയണ്ട അല്ലെ? ഇപ്പൊ ലാൻഡ് ഫോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ആദ്യം തന്നെ എന്താ പറയണേ? നമ്മുടെ പേര് പറയണം അല്ലെ? ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നത്, ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ എമർജൻസി നമ്മൾ 108ലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ഇൻഫർമേഷൻ അവിടെ സെൻഡ് ചെയ്യണം. ആ സർവീസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ അവരോട് പാസ് ചെയ്യണം. ദ പ്രൈമറി ഇൻഫർമേഷൻ ഗോട്ട് ഇൻക്ലൂഡ്സ്. പ്രധാനപ്പെട്ട ആ പ്രൈമറി ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അത് നോക്കിയോ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെ ഇൻഫർമേഷൻ കോളർ പാസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, when an emergency intimated, then the caller collect the need of basic information. The primary information what includes. അതിനകത്ത് വരുന്ന പ്രൈമറി ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്നുള്ളത്. കോളർ എന്തൊക്കെ കാര്യങ്ങൾ പാസ് ചെയ്യണം? where the call is placed from. ആദ്യത്തെ കാര്യം എന്താ? എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്? അങ്ങോട്ട് ആംബുലൻസ് എത്തണ്ടേ? അപ്പൊ അതുകൊണ്ട് എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത് എന്നുള്ളത് പറയണം. നമ്മൾ വെറുതെ ഇന്നൊരു വീട്ടില് ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ എന്തുണ്ടായി, ആംബുലൻസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചറിയാൻ പറ്റൂല അല്ലെ? നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണ്ടേ, ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ കോള് വിളിക്കുന്നത്, എങ്കിലാണ് ആംബുലൻസിന് കൃത്യമായിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം പറയേണ്ട കാര്യം എന്താ? എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്. നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിരുന്നേലോ, ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. അതടക്കം നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് മാത്രം പറഞ്ഞ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എവിടെ നിന്നാ വിളിച്ചതെന്ന് അറിയാൻ പറ്റുമോ? അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം എവിടെ നിന്നാണെന്നുള്ളത്. എറണാകുളം ഡിസ്ട്രിക്റ്റില് ഇപ്പൊ അത് നമ്മുടെ സ്ഥലം പറവൂര്, അതിനകത്ത് എവിടെയാണ് നമ്മുടെ ലാൻഡ്മാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ വാർഡോ അല്ലെങ്കിൽ നമ്മളെ ഏത് സ്ഥലമാണോ ഓൺ ദ സ്പോട്ട് കറക്റ്റ് സ്പോട്ട് പറയണം. പിന്നെ എമർജൻസി ടൈപ്പ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് പറയണം. എങ്കിലല്ലേ അതിനനുസരിച്ചുള്ള ആംബുലൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാ ആംബുലൻസ് മതി. എന്നാൽ എമർജൻസി ആണെങ്കിൽ അതനുസരിച്ചുള്ള ഫെസിലിറ്റി ഉള്ളത് നമ്മൾ പറഞ്ഞു, സി ടൈപ്പോ ഡി ടൈപ്പോ, അതിൽ ഏത് എമർജൻസി ആണെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് വേണം
വരാനായിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് പറയേണ്ട കാര്യമാണ് എമർജൻസി ടൈപ്പ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് പറയണം. പിന്നെ അടുത്ത നോക്കി, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്. എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, കുറെ പേരുണ്ടോ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതേപോലെയുള്ള സർവീസ് കിട്ടണമല്ലോ. എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, ആ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ്, എന്താണ് ഇപ്പൊ ഉള്ള അവസ്ഥ എന്നുള്ളത് പറയണം. The caller name and the contact number for location guidelines is the needed. ലാസ്റ്റ് പറഞ്ഞേക്കാണ് കോളറിന്റെ പേര്, നമ്മുടെ കോണ്ടാക്ട് നമ്പർ. അപ്പൊ പിന്നെ നമ്മുടെ ഫോണിലോ മൊബൈലിലോ വിളിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ നമ്പർ സേവ് ആയിക്കോളും. അപ്പൊ നമ്പർ അവിടെ കിട്ടും. തിരിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ അല്ലാതെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ എന്താ പറയാ, കോളറിന്റെ പേര്, കോണ്ടാക്ട് നമ്പർ, ഇതൊക്കെ നമുക്ക് അവർക്ക് ലൊക്കേഷൻ മനസ്സിലാവാൻ നമ്മൾ തിരിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതും കൂടി പാസ് ചെയ്യണം എന്നുള്ളത്. അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? the call is placed from, എവിടെ നിന്നാണ് കോൾ വിളിക്കുന്നത്, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് പറയണം. അടുത്തത് മൂന്നാമത്തേത്, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറി, എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്, ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ്. അടുത്തത്, the caller name and the contact number for location guidelines if needed. അപ്പൊ കോളറിന്റെ പേര് പറയണം, കോണ്ടാക്ട് നമ്പർ പറയണം. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. ഇപ്പൊ രണ്ട് മിനിറ്റ് ഉള്ളു. എന്നാലും ബാക്കിയിട്ട് നമുക്കെന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. നാളെ ഉണ്ടെന്ന് പറയാം, കുറച്ചും കൂടി ഉള്ളു. ഈ ചാപ്റ്റർ നമുക്ക് തീരാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ ചാപ്റ്റർ അല്ലേ? വായിച്ചു പോണില്ലേ നിങ്ങള്? ഇല്ലേ? ലാസ്റ്റ് ഒന്നുകൂടി പറയണോ? ഓക്കെ, പറയാലോ. ഏതാ പറയണ്ടേ? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണോ? ദ കോളേഴ്സ് നെയിം എന്നുള്ളതാണോ ലാസ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റ് അല്ലെ? എന്താണ്? ദ കോളേഴ്സ് നെയിം ആൻഡ് ദ കോണ്ടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡ്ലൈൻസ് ഇഫ് നീഡഡ്. ആവശ്യമാണെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാവാൻ, അവർക്ക് ഇപ്പൊ വന്ന വഴിക്ക് കറക്റ്റ് അവർക്ക് മനസ്സിലായില്ല, നമ്മൾ കാര്യം സ്ഥലവും ഇതൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും നമുക്കത് അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷൻ മനസ്സിലായില്ലെങ്കിലും നമ്മളൊന്ന് തിരിച്ചു വിളിക്കണ്ടേ? നമുക്കതൊന്ന് തിരിച്ചു വിളിക്കാനായിട്ട് നമുക്ക് കോണ്ടാക്ട് നമ്പറും നമ്മുടെ പേരും അത് നമ്മൾ ആ കൂടെ പാസ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ ഫോൺ മൊബൈലിലാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, ഓൾറെഡി മൊബൈലിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്പർ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പറഞ്ഞത് കോളറിന്റെ പേരും കോണ്ടാക്ട് നമ്പറും നമ്മൾ പറയണം. അതായത് ഫോർ ലൊക്കേഷൻ ഗൈഡ്ലൈൻസ് ഇഫ് നീഡഡ്, ആവശ്യമാണെങ്കിൽ ആ ലൊക്കേഷൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കോളറിന്റെ പേരും കോണ്ടാക്ട് നമ്പറും കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങള് ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ട്രീസ മാം അല്ലേ, ജോയിൻ ചെയ്യും കേട്ടോ. 2 മിനിറ്റ് മുന്നാണ്. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇത് നിങ്ങളോട് വേറെ ഒന്നും സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. എന്നുവെച്ചാൽ നമ്മുടെ പോർഷൻസ് ഒക്കെ നമ്മൾ തീർക്കണതിന്റെ പിന്നെ ഒരു ഇതുകൊണ്ടാണ്. പിന്നെ മ്യൂട്ട് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. അതെ, ഡാൻസ് സൂപ്പർ ആയിരുന്നോ? അത് പിന്നെ ഞാൻ വിശേഷം ഒന്നും ചോദിക്കാതെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിഷാമാമ ഓൾറെഡി നിങ്ങളോട് ചോദിച്ചല്ലോ കോൺവെക്കേഷൻ സെറമണിയുടെ കാര്യമൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്, വേറെ ഒന്നുമില്ല. കണ്ടായിരുന്നു അല്ലെ? ഡാൻസ് ഒക്കെ കണ്ടോ? ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് പഠിച്ചതാട്ടോ. നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നല്ലോ. എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എക്സാം അല്ലേ, പിള്ളേർക്കൊക്കെ നിങ്ങൾക്കും തിരക്കായി അല്ലേ? പിള്ളേർക്കൊക്കെ എക്സാം പെട്ടെന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. സ്റ്റേറ്റിലൊക്കെ 24th നെക്സ്റ്റ് മൺഡേ എക്സാം തുടങ്ങുകയല്ലേ. ഇനിയിപ്പോ പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ ഒക്കെ തിരക്കിലൊക്കെയാണ്. അപ്പൊ എന്താ പറയാ, അതിന്റെ ഒരു തിരക്കും കൂടി ഉണ്ടല്ലോ. ക്ലാസ്സും ഇവിടെ ആണെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുവാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എല്ലാ തിരക്കും കൂടെ ഉണ്ട്. നിങ്ങളെ പോലെയൊക്കെ തന്നെ വീട്ടിൽ ചെന്നാലും വീട്ടിലെ ജോലികളുണ്ട്, പിള്ളേരുടെ കാര്യങ്ങളുണ്ട്, അവരെ പഠിപ്പിക്കണം. എക്സാം വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു തിരക്കൊക്കെയാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ, എക്സാം ആയതുകൊണ്ട്. ഓക്കെ,
ഇപ്പൊ നമ്മളിപ്പോ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കൂടുതലൊക്കെ മനസ്സിലാക്കി പോവുക കേട്ടോ. കൂടുതൽ നമുക്ക് വായിക്കാനൊക്കെ സമയം കുറവായിരിക്കും. അവരെ പഠിപ്പിച്ചു കഴിയുമ്പോ പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ ഒരുവിധമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയൊക്കെ വെക്കുക. പിന്നെ അവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ നമ്മള്. പിന്നെ 2 മാസം ഫസ്റ്റ് മൊഡ്യൂൾ എക്സാമിന്റെ ഡേറ്റ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ അത് അറിയിക്കും എക്സാം എങ്ങനെ എപ്പോഴാന്നുള്ളത്. നമ്മുടെ പോർഷൻസ് ഒക്കെ തീരാറാവണേല്ലേ ഉള്ളൂ. നമുക്കത് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ തരും. ഓക്കെ, എല്ലാവരും ഒക്കെ നമുക്ക് അവർക്ക് വെക്കേഷൻ, പിള്ളേർക്ക് വെക്കേഷൻ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം ഇരുന്ന് പഠിക്കാനോ. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കേട്ട് മനസ്സിലാക്കിയൊക്കെ വെക്കുക. സമയം പോലെ നിങ്ങളത് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.